വെൽക്കം ടു ആർ എൻ ബ്ലോഗ്സ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇൻഡോറിൽ വയ്ക്കുന്ന ചെടികളെ പറ്റിയിട്ടാണ്. ഇൻഡോറിൽ നമ്മൾ ചെടികൾ വയ്ക്കുമ്പോൾ 1 വർഷം അല്ലെങ്കിൽ 2 വർഷമൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ ആ സൂര്യപ്രകാശം കുറച്ചൊക്കെ ഇൻഡോർ ചെടികൾക്കും കുറച്ചൊക്കെ സൂര്യപ്രകാശം ഏൽപ്പിക്കും. ഇടയ്ക്ക് നമ്മളെടുത്ത് പുറത്ത് വയ്ക്കും, പിന്നെ അകത്ത് വയ്ക്കും. അതുകൂടാതെ കൊണ്ട് നമ്മൾ 1 വർഷം കഴിയുമ്പോൾ ആ ചട്ടിയിലിരുന്നിട്ട് അതിന് വളരാനുള്ള ആ മണ്ണിൻ്റെ ശക്തി കുറയുകയും അപ്പോൾ ആ മണ്ണ് നമ്മൾ മാറ്റി കൊടുക്കണം. അത് നമുക്ക് എങ്ങനെയാണ് മാറ്റി കൊടുക്കുന്നത് നമുക്ക് ഇവിടെ നോക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇത് ഞാൻ ഇൻഡോറിൽ വെച്ചിരിക്കുന്ന ചെടിയാണ്. ഈ ഇതിൽ ഒരു പോട്ടിലാക്കിയിട്ട് ഈ പോട്ടിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ചെടിയാണ്. ഇതിപ്പോൾ ഒരു 1.5 വർഷമായി ഇത് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് കണ്ട് ഇതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ വാടി ഇടയ്ക്ക് ഞാൻ സൂര്യപ്രകാശം കൊള്ളിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം, ഇതിൻ്റെ മണ്ണെടുത്ത് നോക്കാം എന്താണ് ഉള്ളിൽ സംഭവിച്ചിരിക്കുന്നത്. നമുക്കത് നോക്കാം. ഉണ്ടല്ലേ, ഇതിൻ്റെ കിഴങ്ങുകൾ ഇതെല്ലാം അഴുക്കായി ചീഞ്ഞു പോയി. ഓക്കെ, ചീഞ്ഞു പോയി ഇതിൻ്റെ കിഴങ്ങുകൾ. ഓക്കെ, നല്ല വിത്തുകളുണ്ട് ഇതിൽ. ഓക്കെ, ഇതൊക്കെ നല്ല വിത്തുകളുണ്ട്. നമുക്ക് വീണ്ടും ഇത് നടാനായിട്ട് ഉപയോഗിക്കാം. ഉപയോഗിക്കാം, ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതും നമുക്കിതിലേക്ക് ഉപയോഗിക്കാം. പക്ഷെ ഇതിൻ്റെ ഇതൊക്കെ വാടിക്കൊണ്ടിരിക്കുന്നത് pH-ൻ്റെ ഒരു അളവിൻ്റെ ഒരു ഡെഫിഷ്യൻസിയാണ്. pH-ൻ്റെ ഡെഫിഷ്യൻസിയാണ് ഇതിൽ വരുന്നത്. ഇത്രയും കേടായിരിക്കുന്നത് കണ്ട. ഇതെല്ലാം ഈ കിഴങ്ങൊക്കെ ചീഞ്ഞു പോയി കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമുക്ക് മാറ്റിയിട്ട് പുതിയ ഇത് നല്ല കിഴങ്ങ് കണ്ടോ, ഇത് നല്ല കിഴങ്ങാണ്. അപ്പോൾ ഇതിനെ നമുക്ക് മണ്ണ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ നേരെയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ഈ മണ്ണിനെ നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാം. ഇതിൽ pH-ൻ്റെ ഇത് ഉണ്ടായിരിക്കും, അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, പുതിയ മണ്ണ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്, മിശ്രിതം. ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ചാണപ്പൊടി, വേപ്പിൻ പിണ്ണാക്കിൻ്റെ പൊടി, പിന്നെ ഈ ഒരു ചകിരിച്ചോറ്, ട്രീറ്റഡ് ചകിരിച്ചോറാണ് ഇതിലിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. ഇത് വീണ്ടും നല്ലപോലെ ഇങ്ങനെ നല്ലപോലെ തിരിഞ്ഞ് മിശ്രിതമാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ മിശ്രിതം ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ഇത് നടുന്നതിന് മുമ്പ് എന്താണ് ചെയ്യേണ്ടത്, നമ്മളുടെ സുഡോമോണസിൻ്റെ ലായനിയിൽ ഒന്ന് മുക്കി വയ്ക്കുന്നത് ബെറ്റർ ആയിരിക്കും. എന്ന് വെച്ചാൽ അപ്പോൾ ഇതിന് ഇനി വീണ്ടും വല്ല കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നശിച്ച് കിട്ടും. കീടങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ വേപ്പിൻ പിണ്ണാക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എങ്കിലും നമുക്ക് ഇതൊന്ന് അതിൽ ഡിപ്പ് ചെയ്ത് വയ്ക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് വയ്ക്കാം. ഇതിൽ ഡിപ്പ് ചെയ്ത് വയ്ക്കാം. വീണ്ടും നമുക്ക് പുതിയ മിശ്രിതം ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് വീണ്ടും ഈ കിഴങ്ങിനെ നമുക്ക് ഇതിലേക്ക് വീണ്ടും വെച്ചു കൊടുക്കാം. മണ്ണിടാം, നല്ലപോലെ ഉറപ്പിച്ചു കൊടുക്കുക. നല്ലപോലെ ഇതിനെ ഉറപ്പിച്ചു കൊടുക്കുക. ഒരു പോട്ട് ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത പോട്ട് നമുക്ക് നോക്കാം. അടുത്ത പോട്ട് എടുക്കാം. അതിൽ ഇതുപോലെ തന്നെ നല്ല ഇത് കിഴങ്ങ് ഏതുള്ളത് നോക്കാം. ഇതിലെ കിഴങ്ങുകൾ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഈ അഴുക്കായ ഇതുണ്ടല്ലോ, ഇതെല്ലാം കട്ട് ചെയ്ത് കളയാം. ഇതെല്ലാം നല്ല വിത്തുകളാണ് കണ്ടോ. അപ്പോൾ ഈ വിത്തുകൾ നമുക്ക് ഇതിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതെല്ലാം മുളച്ചു വരും. ഇത് നല്ല വിത്താണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ വിത്തുകളും ഇതിലേക്ക് ഈ ലായനിയിൽ സുഡോമോണസ് ലായനിയിൽ മുക്കിയിടാം. നല്ലപോലെ മുക്കിയിടാം.
അപ്പോൾ അടുത്ത പ്ലാന്റ് നമ്മൾ ഇതിൽ ചെയ്യാം. ഇൻഡോറിൻ്റെ തന്നെയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മൾ ഒരു പ്രാവശ്യം ഇത് മാറ്റിയാലും അത്രയ്ക്ക് തന്നെ നമ്മൾ അത് ചേഞ്ച് ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾക്ക് കിഴങ്ങ് ഇതിൽ നടാനുള്ള കിഴങ്ങ് അതിലുണ്ടായിരിക്കും. അപ്പോൾ ഇത് നമുക്കിതിൽ നിർത്താം. ഇതിൽ കിഴങ്ങ് അധികം ഉള്ളത് കൊണ്ട് നമുക്ക് ഈ കിഴങ്ങ് ഇട്ട് കൊടുക്കാം. വീണ്ടും മുള വരും. വീണ്ടും നല്ലപോലെ ഇതെന്താ ചെയ്ത് ഈ സൈഡിലൊക്കെ നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ നമ്മൾ ഈ മിശ്രിതം ഇതിലിട്ട് കഴിഞ്ഞാൽ നല്ലപോലെ ഇതിൽ അമർത്തി കൊടുക്കാം. കുറച്ച് അധികം നിറച്ചിടരുത്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് വെള്ളം ഇടയ്ക്ക് ഒഴിക്കുമ്പോൾ അതിൽ അങ്ങനെ അത് നിൽക്കാനും, വീണ്ടും ഇടയ്ക്ക് വളം നമ്മളിതിൽ ഫെർട്ടിലൈസർ ഇടയ്ക്കിടയ്ക്ക് ചേർക്കണം. അപ്പോൾ അതിനുള്ള സ്ഥലം നമ്മൾ ഇതിൽ കാണണം. അപ്പോൾ ഇതിലും അതുപോലെ തന്നെ കുറച്ച് കൂടി ഇട്ട് കൊടുക്കാം. കല്ല് ഇതിൽ വരാതെ നോക്കണം. കല്ലുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് കളയാം. അപ്പോൾ ഇതാ നമ്മളുടെ 2 മിശ്രിതവും റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മളുടെ ഇവിടെ ബാക്കിയിരിക്കുന്ന ഈ സൂഡോമോണസിൻ്റെ വെള്ളം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾക്ക് ഈ പോട്ടിന് പഴയ പോലെ തന്നെ ഇതിലേക്ക് ഇറക്കി വയ്ക്കാം. ഇതിലേക്ക് ഇറക്കി വയ്ക്കാം. ഇപ്പോൾ എന്തായി, നമ്മളുടെ ഈ പ്ലാന്റ് ഒരു പുതിയ ഇതിലായി. ഇനി ഇൻഡോറിലേക്ക് 2 ദിവസം നമ്മൾ ഇതിനൊരു സൂര്യപ്രകാശത്ത്, ഒരു നേരിട്ടുള്ള സൂര്യപ്രകാശം വേണ്ട, ഒരു ചെറുതായി സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻഡോറിലേക്ക് മാറ്റണം. അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻഡോർ ചെടി ഒരിക്കലും നശിക്കാതെ നമുക്ക് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വളർത്തിയെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. RN Vlog